നമസ്കാരം. സമയം സാക്ഷിയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം. അത് നമ്മുടെ കയ്യിലില്ലെങ്കിലും അത് നമ്മെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഒന്നാണ്. അതൊഴുകിക്കൊണ്ടേയിരിക്കും. നാം അതിൽ ജീവിക്കുകയാണ്. അതിനോട് പൊരുതുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതിനോട് പൊരുത്തപ്പെടുവാൻ നമുക്ക് സാധിക്കും. സമയമൊരു ദൈവിക സമീപനമാണ്, ദൈവിക പദ്ധതിയാണ്. സങ്കീർത്തനം 90:12 നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമേ, ജ്ഞാനമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിൽ നാം വിശ്വസ്തർ ആണ് എങ്കിൽ അത് നമുക്ക് സാക്ഷ്യം വഹിക്കും. ആ സമയം സാക്ഷ്യം വഹിച്ച ഭൂതകാലത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണ് നമ്മുടെ ഈ പ്രോഗ്രാം. പഴയകാല സംഭവങ്ങളെ അന്നത്തെ പത്രവാർത്തകളുടെയും രേഖകളുടെയും പിൻബലത്തോടുകൂടെ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാനാണ് ഈ പ്രോഗ്രാം ശ്രമിക്കുന്നത്. ജീവിതത്തിൽ നാം ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ് കാഴ്ച. ഈ ലോകത്തെ നിറങ്ങളോടെ, രൂപങ്ങളോടെ, ഭംഗിയോടെ കാണാൻ കഴിയുക എന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. എന്നാൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ഒരാളുടെ ലോകം എത്രമാത്രം ഇരുണ്ടതായിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ? ഈ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു വഴിയാണ് നേത്രദാനം. ഇത് കേവലം ഒരു ശാരീരിക ദാനമല്ല, മറിച്ച് ഒരാൾക്ക് ജീവിതത്തിലേക്കും പ്രതീക്ഷയിലേക്കും ഒരു പുതിയ വാതിൽ തുറന്നു കൊടുക്കുന്നു. അത്യധികം പുണ്യമുള്ള ഒരു കർമ്മമാണിത്. ഈ മഹത്തായ ഉദ്യമത്തിൽ കേരളത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ക്രൈസ്തവ സഭകൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. കാലങ്ങളായി നേത്രദാനത്തെ ഒരു ആത്മീയവും സാമൂഹികവുമായ ഉത്തരവാദിത്തമായി കണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് കാഴ്ചയുടെ ലോകം തിരികെ നൽകുവാൻ നിരവധി പ്രവർത്തനങ്ങൾക്കാണ് അവർ നേതൃത്വം നൽകിയത്. ഈ പ്രകാശത്തിൻ്റെ പ്രയാണത്തിൽ സഭകൾ വഹിച്ച പങ്ക് വാക്കുകൾക്കതീതമാണ്. നേത്രദാനം ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ കേരളത്തിൽ വേരൂന്നിയത് 1970-കളോടെയാണ്. അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ 1970 ഒക്ടോബർ 5 ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ നേത്ര ബാങ്കായ ഐ ബാങ്ക് അസോസിയേഷൻ ഓഫ് കേരളയുടെ പിറവി. ഈ പ്രസ്ഥാനം 2021 50 വർഷം പിന്നിട്ടു എന്നതും ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ്. കൃഷ്ണമണി വെളുക്കുന്ന കോർണിയൻ ഡിസ്ട്രോഫി എന്ന അസുഖത്തിന് LF ആശുപത്രി അഥവാ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചികിത്സ നേടിയ തൃശ്ശൂർ സ്വദേശിനിയായ ഒരു യുവതിയാണ് ഈ നേത്രബാങ്ക് ആരംഭിക്കുവാൻ പ്രധാന കാരണമായത് എന്ന് ആ ദൗത്യത്തിൻ്റെ മുന്നണിയിൽ നിന്ന നേത്രരോഗ വിദഗ്ധൻ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ചൂണ്ടിക്കാണിക്കുന്നു. മധുര കോട്സ് MD ആയിരുന്ന ജർമ്മൻ സ്വദേശി JP ഗ്രിഫിത്ത് ആയിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചെയർമാൻ. മാത്തുക്കുട്ടി കുന്നപ്പിള്ളി സെക്രട്ടറിയും AV ഗോവിന്ദൻ ട്രഷററുമായിരുന്നപ്പോൾ LF ആശുപത്രിയുടെ അന്നത്തെ ഡയറക്ടർ ഫാദർ പാറക്കുളം, ഡോക്ടർമാരായ ടോണി ഫെർണാണ്ടസ്, KL ജേക്കബ്, CK ഈപ്പൻ എന്നിവർ പ്രധാന സഹകാരികളായി പ്രവർത്തിച്ചു. അജ്ഞതയും നേത്രദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും പേടിയും എല്ലാം കാരണം ആരും നേത്രദാനത്തിന് മുന്നോട്ട് വരാത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. നേത്രബാങ്ക് രൂപീകരിച്ച മാസങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ആദ്യ നേത്രം തന്നെ ലഭിച്ചത്. നേത്രബാങ്ക് സംഘാടകനായിരുന്ന EV ഫിലിപ്പിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ വീട്ടുകാരുടെ എതിർപ്പുകൾ ഉണ്ടാകാതിരിക്കുവാൻ മക്കളോട് പോലും പറയാതെ അദ്ദേഹം തൻ്റെ ഭാര്യയുടെ കണ്ണുകൾ ദാനം ചെയ്യുവാൻ തയ്യാറായി. ബാംഗ്ലൂരു സ്വദേശിയായ ഒരു യുവാവിനും തിരുവല്ലക്കാരിയായ ഒരു യുവതിക്കുമാണ് ആ കണ്ണുകൾ പിന്നീട് കാഴ്ചയുടെ പ്രകാശമായത്. നേത്രദാനം, മഹാദാനം പോലുള്ള പ്രചാരണങ്ങൾ നടന്നെങ്കിലും ആദ്യകാലങ്ങളിൽ ദാനത്തിന് സന്നദ്ധരായി വന്നവർ വളരെ വിരളമായിരുന്നു. അപ്പോഴാണ് ശ്രീലങ്കയിൽ നിന്ന് ഒരു അപ്രതീക്ഷിത സഹായം എത്തുന്നത്. ഡോക്ടർ FG ഹഡ്സൺ സിൽവ അദ്ദേഹം സ്ഥാപിച്ച ശ്രീലങ്കയിലെ ഇൻ്റർനാഷണൽ ഐ ബാങ്ക്
ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് കണ്ണുകൾ സംഭാവന ചെയ്യുവാൻ തുടങ്ങി. ശ്രീലങ്കൻ എയർലൈൻസ്, ഇന്ത്യൻ എയർലൈൻസ് തുടങ്ങിയ വിമാന കമ്പനികൾ സൗജന്യമായി കണ്ണുകൾ തിരുവനന്തപുരത്ത് എത്തിച്ചു. അവിടെ നിന്ന് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിൻ്റെ നേതൃത്വത്തിൽ KSRTC ബസ്സുകളിൽ അങ്കമാലിയിലേക്ക് കണ്ണുകൾ എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തു. എന്നാൽ മനുഷ്യ നേത്രം എന്ന് എഴുതിയ പെട്ടി കണ്ടിട്ട് ബസ്സുകളിൽ നിന്ന് ഇറക്കിവിട്ട സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഓർക്കുന്നു. ഈ കടമ്പകൾ കടന്നാണ് നേത്രദാനം ഒരു പ്രസ്ഥാനമായി വളർന്നത്. തുടക്കത്തിൽ വലിയ ശ്രമഫലമായി ആദ്യ വർഷം ദാനമായി ലഭിച്ചത് 16 കണ്ണുകൾ മാത്രം. ആദ്യ 20 വർഷങ്ങളിൽ 1400 കണ്ണുകൾ മാത്രമാണ് ലഭിച്ചത്. എന്നാൽ 1991 അവയവം മാറ്റിവയ്ക്കൽ നിയമങ്ങൾ വന്നതും തുടർന്ന് നടന്ന ബോധവൽക്കരണങ്ങളും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 1991 മുതൽ 2000 വരെ 2212 കണ്ണുകൾ ലഭിക്കുകയും 1881 പേർക്ക് കാഴ്ച ലഭിക്കുകയും ചെയ്തു. 2001 മുതൽ 2021 വരെയുള്ള കാലയളവിൽ 20,511 കണ്ണുകൾ നേത്രബാങ്കിലെത്തുകയും 14,307 പേർക്ക് കാഴ്ചയുടെ വസന്തം തിരികെ ലഭിക്കുകയും ചെയ്തു. കോവിഡ് കാലത്ത് പോലും 600-ലേറെ പേരുടെ കണ്ണുകൾ ശേഖരിക്കുവാൻ കഴിഞ്ഞത് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെയും ജനങ്ങളുടെ മനോഭാവത്തിലെ മാറ്റത്തിൻ്റെയും തെളിവായി കണക്കാക്കപ്പെടുന്നു. ഫാദർ റോക്കി വാഴപ്പള്ളി പോലുള്ള ദീർഘവീക്ഷണമുള്ള ഇടവക വികാരിമാർ സ്വന്തം ഇടവകകളിൽ നേത്രദാനത്തെക്കുറിച്ച് ഊർജിതമായ ബോധവൽക്കരണം നടത്താൻ തുടങ്ങിയതും ഐ ഡൊണേഷൻ ഫോറം എന്ന പേരിൽ പ്രത്യേകം കൂട്ടായ്മകൾ ഇടവകകളിലും മറ്റ് സഭാ സംഘടനകളിലും ആരംഭിച്ചതും സഭകളുടെ ഇടപെടലിൻ്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുകയും നേത്രദാനത്തെ കേവലം ഒരു ആശയത്തിൽ നിന്ന് ഒരു ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തു. ഓരോ ഇടവകയും ഓരോ ഐ ബാങ്കിൻ്റെ ശാഖയായി പ്രവർത്തിച്ച ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. പ്രമുഖ സഭാ സംരംഭങ്ങൾ, കാഴ്ചയുടെ വെളിച്ചം പകർന്നവർ കേരളത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും നിരവധി സഭകളും രൂപതകളും നേത്രദാനത്തെ തങ്ങളുടെ സാമൂഹിക അജണ്ടയുടെ ഭാഗമാക്കി മാറ്റി ഓരോ സഭയും തനതായ ശൈലിയിൽ ഈ ദൗത്യം ഏറ്റെടുക്കുകയും ആയിരക്കണക്കിന് ജീവിതങ്ങൾക്ക് പ്രകാശമേകുകയും ചെയ്തു. അവയിൽ ചില പ്രധാന ഉദ്യമങ്ങൾ നമുക്കൊന്ന് അടുത്തറിയാം. CSI മധ്യകേരള മഹായിടവക ക്രിസ്ത്യൻ ലവ് ഫോർ ദ ബ്ലൈൻഡ്സ് എന്ന പേരിൽ നേത്രദാനം മഹാദാനം എന്ന ഹൃദയസ്പർശിയായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് നേത്രദാന രംഗത്തേക്ക് കടന്നു വന്നത്. കാഴ്ചയില്ലാത്തവർക്ക് വെളിച്ചമേകുന്നത് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമായി ക്രിസ്തീയ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനെ കണ്ടു. നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കുക എന്ന ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ പ്രായോഗിക രൂപമായി മഹായിടവക ഈ ഉദ്യമത്തെ ഏറ്റെടുത്തു. 1970-കളോടെ ഇടവകകൾ കേന്ദ്രീകരിച്ചുള്ള ബോധവൽക്കരണ പരിപാടികളിലൂടെയാണ് ഈ മഹത്തായ സംരംഭത്തിന് തുടക്കമിട്ടത്. ഇടവക വികാരിമാർ, സൺഡേ സ്കൂൾ അധ്യാപകർ, യുവജന സംഘടനകൾ എന്നിവരെല്ലാം ഈ ഉദ്യമത്തിൽ സജീവമായി പങ്കെടുത്തു. ഒരു പുതിയ പ്രഭാതം ലക്ഷ്യമിട്ടായിരുന്നു അവരുടെ ഈ പ്രവർത്തനം. നേത്രദാനത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതിനുമായി ഈ രൂപത ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ഈ സംഘം ഇടവക തലത്തിലും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ചു. മരണാനന്തരം കണ്ണുകൾ ദാനം ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ നടപടിക്രമങ്ങൾ, നേത്രദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ദൂരീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഉദാഹരണത്തിന്, നേത്രദാനം ചെയ്താൽ അടുത്ത ജന്മത്തിൽ കാഴ്ചയുണ്ടാവില്ല എന്നുള്ള തെറ്റിദ്ധാരണകൾ തുടങ്ങിയവയെല്ലാം ഈ ക്ലാസ്സുകളിൽ അവ വിശദീകരിച്ചു. നിരന്തരമായ പ്രചരണ പരിപാടികളിലൂടെയും ഇടവകയിലെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലൂടെയും വിശ്വാസികളുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയങ്ങളിലൂടെയും അവർ വിശ്വാസികളെ നേത്രദാനത്തിന് സജ്ജരാക്കി. സഭയുടെ ബഹുജന സ്വാധീനം ഈ പ്രസ്ഥാനത്തിന് വലിയ പിന്തുണ നൽകി. സാധാരണക്കാരായ അനേകം ആളുകൾക്ക്
ഈ ബോധവൽക്കരണം ഒരു പുതിയ ചിന്ത നൽകുകയും അവർ നേത്രദാന സമ്മതപത്രങ്ങൾ ഒപ്പിടാൻ മുന്നോട്ട് വരികയും ചെയ്തു. വിശുദ്ധ മത്തായി അറിയിച്ച രക്ഷാസുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു. ഈ വചനം കാഴ്ച ലഭിക്കുന്നതിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ക്രിസ്തീയ ശുശ്രൂഷയുടെ ഭാഗമായി രോഗശാന്തിയെയും സഹായങ്ങളെയും എടുത്തു കാണിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഉദാഹരണമായി ചങ്ങനാശ്ശേരി അതിരൂപത കത്തോലിക്ക സഭയുടെ ഷെയർ വിഷൻ എന്ന പദ്ധതി. കത്തോലിക്ക സഭയിൽ ചങ്ങനാശ്ശേരി അതിരൂപത നേത്രദാന രംഗത്ത് ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയവരിലൊന്നാണ്. ഷെയർ വിഷൻ എന്ന പേരിൽ ആരംഭിച്ച ഈ പദ്ധതിക്ക് രൂപതയുടെ പരമാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം തന്നെ മാതൃകയായി. 2008 സ്വന്തം കണ്ണുകൾ മരണാനന്തരം ദാനം ചെയ്യുവാൻ അദ്ദേഹം സമ്മതം അറിയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് വലിയ പ്രചോദനം നൽകി. നേത്രദാനം കാരുണ്യത്തിൻ്റെ മനോഹരമായ പ്രവൃത്തിയാണെന്നും വളരെ ആത്മീയവും മതപരവുമായ ഒരു പ്രവൃത്തിയാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. സഭയുടെ പരമാധ്യക്ഷൻ തന്നെ ഈ മാതൃക കാണിച്ചപ്പോൾ അത് വിശ്വാസികളിൽ വലിയ സ്വാധീനം ചെലുത്തി. ക്രിസ്തീയ സഭയുടെ മൂല്യങ്ങളായ കാരുണ്യ പ്രവർത്തനങ്ങളുടെയും സഹാനുഭൂതിയുടെയും പ്രായോഗിക രൂപമായി അതിരൂപത ഈ പദ്ധതിയെ കണ്ടു. യുവാക്കളെയും കുടുംബങ്ങളെയും ഈ ഉദ്യമത്തിലേക്ക് ആകർഷിക്കുവാൻ നൂതനമായ മാർഗങ്ങൾ തേടി. നേത്രദാനത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കുവാൻ അതിരൂപത വളരെ നൂതനമായ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കാഴ്ചയില്ലാത്തവരുടെ വേദന നാം മനസ്സിലാക്കണം, അവർക്ക് കാഴ്ച നൽകുവാൻ കഴിയുന്നതെല്ലാം ചെയ്യണം എന്ന ആഹ്വാനവുമായി യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കണ്ണുകെട്ടി നടത്തിയ കാൽനട ജാഥ ഇതിലെടുത്തു പറയേണ്ടതാണ്. കാഴ്ചയില്ലാത്തവരുടെ ലോകം എങ്ങനെയായിരിക്കും എന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ ഇത് പൊതുജനങ്ങളെ സഹായിച്ചു. ഈ ജാഥകളിലൂടെ നേത്രദാനത്തിൻ്റെ സന്ദേശം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എത്തിക്കുവാൻ അവർക്ക് സാധിച്ചു. ഇടവകകളിലെ യുവജന സംഘടനകൾ വിഷൻ അംബാസഡർമാരായി പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്നു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനായി ചേത്തിപ്പുഴയിലെ പ്രശസ്തമായ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ അതിരൂപത ഒരു പ്രത്യേക നേത്രദാന ശേഖരണ കേന്ദ്രം സ്ഥാപിച്ചു. ഇത് കണ്ണുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലളിതവും വേഗത്തിലും ആക്കി. കൂടാതെ ഒരു പ്രത്യേക ഹെൽപ്പ് ലൈൻ നമ്പറും ഇവർ പുറത്തിറക്കി. മരണം സംഭവിക്കുമ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള പ്രത്യേക പരിശീലനം ലഭിച്ച സംഘം വീട്ടിലോ ആശുപത്രിയിലോ എത്തി മാനുഷികമായ പരിഗണനയോടെയും ബഹുമാനത്തോടെയും കണ്ണുകൾ ശേഖരിക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കും. ഇത് നേത്രദാന പ്രക്രിയ സൗകര്യപ്രദമാക്കി മാറ്റി. അതിരൂപതയുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും കാഴ്ച ലഭിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെ ബാംഗ്ലൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഫാദർ ജോർജ് കണ്ണന്താനം സ്ഥാപിച്ച പ്രോജക്റ്റ് വിഷൻ എന്ന ആഗോള പ്രസ്ഥാനമായും സഹകരിക്കുന്നുണ്ട്. ഇത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അന്താരാഷ്ട്ര പിന്തുണയും മികച്ച പരിശീലന സൗകര്യങ്ങളും നൽകുന്നു. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, കൊടുക്കുവിൻ എന്നാൽ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറഞ്ഞു കവിയുന്ന നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും എന്ന്. ഇത് ദാനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുകയും നിസ്വാർത്ഥമായ ദാനത്തിലൂടെ ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. മൂന്നാമത്തെ ഉദാഹരണം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മാടത്തൊട്ടുവിള, കന്യാകുമാരി. കേരളത്തിന് സമീപത്തുള്ള തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ മാടത്തൊട്ടുവിള എന്ന ചെറിയ ഗ്രാമം നേത്രദാന രംഗത്ത് ഒരു ലോക മാതൃകയായി മാറിയിട്ടുണ്ട് ഇതിനോടകം. അവിടുത്തെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചും അവിടുത്തെ യുവജന ക്ലബ്ബും ഈ ശ്രദ്ധേയമായ മാറ്റത്തിൻ്റെ പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ ഇടവകയുടെ വികാരിമാർ തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയും ഇടയ ലേഖനങ്ങളിലൂടെയും നേത്രദാനത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമായ ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തിയായി ഇതിനെ അവർ ഇടവക അംഗങ്ങളെ പഠിപ്പിച്ചു.
ഇടവക അംഗങ്ങളെ സംഘടിതമായി ഈ ഉദ്യമത്തിൽ പങ്കാളികളാക്കുവാൻ ഇത് വഴിയൊരുക്കി. ഒരു ഗ്രാമം മുഴുവൻ ഒരുമിച്ചൊരു മഹത്തായ ലക്ഷ്യത്തിനായി അണിനിരക്കുന്ന കാഴ്ച ഇവിടെ ദൃശ്യമായി. മാടത്തട്ടുവില ഗ്രാമത്തിൻ്റെ നേട്ടങ്ങൾ വിസ്മയിപ്പിക്കുന്നതാണ്. 2007 മുതൽ ഈ ചെറിയ ഗ്രാമത്തിൽ നിന്ന് 367 ജോഡി കണ്ണുകളാണ് ദാനം ചെയ്തത്. ഇത് ഈ ഗ്രാമത്തിൻ്റെ നേത്രദാനത്തോടുള്ള അതിശയകരമായ പ്രതിബദ്ധതയുടെയും ബോധവൽക്കരണത്തിൻ്റെയും വിജയഗാഥയാണ്. മരണാനന്തരമുള്ള നേത്രദാനം ഒരു ചടങ്ങായി തന്നെ ഇവർ കണ്ടുപോരുന്നു. ഒരു മരണം സംഭവിച്ചാൽ ആദ്യം കണ്ണുകൾ ദാനം ചെയ്യുവാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ഇവരുടെ പ്രധാന പരിഗണന. ഇതിനായി കുടുംബ അംഗങ്ങളെയും ഇടവക അംഗങ്ങളെയും ബോധവൽക്കരിച്ച് നേത്രദാനം ഉറപ്പാക്കാൻ ഒരു വ്യക്തമായ സംവിധാനം ഇവിടെ രൂപപ്പെട്ടു. ഫാദർ ഡൊമിനിക് MK ദാസ്, ഫാദർ DM സുജിൻ കുമാർ തുടങ്ങിയ ഇടവക വികാരിമാർ അവരുടെ പ്രസംഗങ്ങളിലൂടെയും നിരന്തരമായ പ്രചാരണങ്ങളിലൂടെയും നേത്രദാനത്തിൻ്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ഇത് ഒരു ഗ്രാമപ്രസ്ഥാനമായി വളർത്തുകയും ചെയ്തു. ഇടവകയിലെ ഓരോ കുടുംബങ്ങളെയും ഈ ഉദ്യമത്തിൻ്റെ ഭാഗമാക്കാൻ അവർക്ക് സാധിച്ചു. മിക്കവാറും എല്ലാ വീടുകളിൽ നിന്ന് കുറഞ്ഞത് ഒരാളെങ്കിലും നേത്രദാനത്തിന് സമ്മതം അറിയിച്ചിട്ടുമുണ്ട് എന്നത് ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കുന്നു. ഒരു ഇടവകയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രാമം മുഴുവൻ എങ്ങനെ ഒരു പുണ്യകർമ്മത്തിനായി അണിനിരന്നു എന്നതിൻ്റെ മികച്ചതും പ്രചോദനാത്മകവുമായ ഉദാഹരണമാണിത്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സുന്ദരമായ മാതൃക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 27 പറയുന്നത് പോലെ, നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് അർഹതയുള്ളവർക്ക് നീ ചെയ്യാതിരിക്കരുത്. നിസ്വാർത്ഥമായ ദാനത്തെയും സഹായത്തെയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. സഭകളെ ഈ ഉദ്യമത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ക്രൈസ്തവ സഭകളെ ഈ മഹത്തായ കർമ്മത്തിലേക്ക് നയിച്ചതിൻ്റെ പിന്നിൽ വ്യക്തമായും ആഴത്തുള്ളതുമായ ചില കാരണങ്ങളുണ്ട്. അവരുടെ വിശ്വാസവും സാമൂഹിക പ്രതിബദ്ധതയും ഇതിൽ പ്രധാന പങ്കുവഹിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്നാണ് നിസ്വാർത്ഥമായ സ്നേഹവും കാരുണ്യവും. സഹജീവി സ്നേഹം നേത്രദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാന പ്രചോദനമാണ്. കാഴ്ചയില്ലാത്തവർക്ക് വെളിച്ചം നൽകുന്നത്, വേദനിക്കുന്നവരോട് കരുണ കാണിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്ത യേശുക്രിസ്തു നമുക്ക് നൽകിയ ആശയങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നതിൻ്റെ ഒരു വഴികാട്ടിയായി സഭകൾ കാണുന്നു. നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെപ്പോലെ സ്നേഹിക്കുക എന്ന കൽപ്പനയുടെയും ഏറ്റവും ചെറിയവരിൽ ഒരുവന് ചെയ്തത് എനിക്ക് തന്നെ ചെയ്തു എന്ന തിരുവചനത്തിൻ്റെയും ഉത്തമമായ പ്രായോഗിക രൂപമാണിത്. മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യുന്നത് കത്തോലിക്ക സഭയുടെ വേദ ഉപദേശമനുസരിച്ച് നിയമപരവും പ്രശംസനീയമായ ഒരു കാരുണ്യ പ്രവർത്തനമാണ്. ഇത് നേത്രദാനത്തിന് ഒരാത്മീയ മാനം നൽകുന്നു. ഭൗതിക ശരീരം നശ്വരമാണെന്നും ആത്മാവ് അനശ്വരമാണെന്നും പഠിപ്പിക്കുന്ന സഭ മരണശേഷവും ഒരാൾക്ക് മറ്റൊരു ജീവൻ പ്രകാശിപ്പിക്കുവാൻ കഴിയുന്ന ശരീരഭാഗങ്ങൾ നൽകുന്നത് ആത്മീയമായ ഒരു വലിയ കടമയായും പുണ്യമായും വിശ്വാസികളെ പഠിപ്പിച്ചു. ഇത് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി കൂടിയായി അവർ കണ്ടു. സമൂഹത്തിൽ കാഴ്ചയില്ലാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഉണ്ടെന്നും അവരിൽ പലർക്കും കോർണിയ മാറ്റിവെക്കലിലൂടെ കാഴ്ച ലഭിക്കുമെന്നും സഭകൾ വ്യക്തമായി തിരിച്ചറിഞ്ഞു. ഈ സാമൂഹിക പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് തങ്ങളുടെ ധാർമ്മികവും സാമൂഹികമായ കടമയായി അവർ കണ്ടു. ദരിദ്രരും അവശരുമായ വിഭാഗങ്ങൾക്ക് വെളിച്ചം നൽകുക എന്നത് സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗം കൂടെയായിരുന്നു. ആശുപത്രികൾ, സ്കൂളുകൾ, അനാഥാലയങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിലൂടെ സഭകൾ എല്ലായ്പ്പോഴും സാമൂഹിക സേവനത്തിൽ മുൻപന്തിയിലായിരുന്നു. നേത്രദാനവും ആ വലിയ സാമൂഹിക സേവനത്തിൻ്റെ ഭാഗമായി. നേത്രദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും അജ്ഞതയും സമൂഹത്തിൽ വ്യാപകമായിരുന്നു. ഈ തെറ്റിദ്ധാരണകൾ ഇല്ലാതാക്കുന്നതിന് സഭകൾക്ക് തങ്ങളുടെ വിപുലമായ ഇടവക സംവിധാനം ഉപയോഗിച്ച് എളുപ്പത്തിൽ ബോധവൽക്കരണം നടത്തുവാൻ സാധിച്ചു. ഞായറാഴ്ച കുർബാനയ്ക്കിടയിലുള്ള പ്രസംഗങ്ങളിലൂടെയും ആഴ്ചയിൽ നടക്കുന്ന കുടുംബ യോഗങ്ങളിലൂടെയും
യുവജന വനിതാ സഭാ സംഘടനകളുടെയും അവർക്ക് നേത്രദാനത്തിൻ്റെ സന്ദേശം ഓരോ വീട്ടിലേക്കും ഓരോ വ്യക്തിയിലേക്കും നേരിട്ട് എത്തിക്കാനായി ഇത് വളരെ ഫലപ്രദമായ ഒരു മാർഗമായിരുന്നു. കാരണം വിശ്വാസികൾക്ക് തങ്ങളുടെ ആത്മീയ നേതാക്കളിൽ പൂർണ്ണ വിശ്വാസമായിരുന്നു. ഇപ്രകാരം ഉപസംഹരിക്കട്ടെ, നേത്രദാനം എന്നത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ ദാനങ്ങളിലൊന്നാണ്. ഒരാളുടെ മരണം മറ്റൊരു ജീവിതത്തിന് വെളിച്ചം പകരുന്ന അത്യപൂർവമായ ഒരവസരമാണ്. കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വെളിച്ചം ലഭിക്കുമ്പോൾ അത് ദാനം ചെയ്ത വ്യക്തിയുടെ ഓർമ്മകളെ എന്നെന്നും ആ വെളിച്ചം ലഭിച്ച വ്യക്തിയുടെ കണ്ണുകളിലൂടെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാർഗം പിന്തുടർന്ന് സമൂഹത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി ക്രൈസ്തവ സഭകളും സഭാ നേതാക്കളും നടത്തിയ ഈ ഇടപെടലുകൾ നിരവധി കുടുംബങ്ങൾക്ക് പ്രകാശമേകുവാൻ സഹായിച്ചു. ഭൗതിക ശരീരം ഈ ലോകം വിട്ടു പോകുമ്പോഴും ഒരാൾക്ക് മറ്റൊരു ജീവൻ പ്രകാശിപ്പിക്കുവാൻ കഴിയുമെന്ന വലിയ സന്ദേശമാണ് ഈ പ്രസ്ഥാനങ്ങൾ നമുക്ക് നൽകുന്നത്. ഈ മഹത്തായ ഉദ്യമം ഇന്നും തുടരുന്നു, കൂടുതൽ ആളുകളിലേക്ക് കാഴ്ചയുടെ വെളിച്ചം എത്തിച്ചുകൊണ്ട്. ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു ദാനം ഒരാളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുവാൻ പോന്ന ഒന്നാണ്. സമയം സാക്ഷിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ചരിത്ര സംഭവ സാക്ഷ്യവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.